ഹലോ ഗൈസ്, ഒരിക്കൽ കൂടി ഷെഫ് വിൻസ് വ്ലോഗ് വീഡിയോയിലേക്ക് ഒരു സ്വാഗതം. എല്ലാവരും ഞങ്ങളെ ഇതിനോടകം ഞങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോയും കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനലിന് എല്ലാവിധ പ്രോത്സാഹനം നൽകുക. ഇത്തവണ ഞങ്ങൾ ഫാമിലിയും ഒന്നിച്ച് കുമ്പളങ്ങിയിൽ കുറേ നാളുകളായിട്ട് കുമ്പളങ്ങിയിൽ പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുവഴി ഞങ്ങൾ ചേർത്തല പോയി തിരിച്ച് മടങ്ങി വരുന്ന വഴി കുമ്പളങ്ങി വഴിയാണ് മടങ്ങി വന്നത്. അപ്പം ഉച്ചയ്ക്ക് ഒരു സമയം കിട്ടി. ആ കിട്ടിയ സമയത്ത് ഞങ്ങൾ കുമ്പളങ്ങി വഴി കയറി. അങ്ങനെ കുമ്പളങ്ങിയിലേക്ക് പോവുകയാണ്. ആ ഫാമിലി ഉണ്ട് ഞങ്ങളുടെ കൂടെ, എൻ്റെ മോനും മകളും. നല്ല പ്രകൃതി സൗന്ദര്യം ഉള്ള ഒരു നല്ല ഏരിയയാണ് കുമ്പളങ്ങി. ഫാമിലിയായിട്ടും ഒറ്റക്കും അല്ലാതെ എല്ലാവരും വന്ന് സൗകര്യപ്രദമായി നിന്ന് ചൂണ്ടയിടാനും ഇടുന്നവർക്കൊക്കെ അത്യാവശ്യം സംതൃപ്തി നൽകുന്ന രീതിയിൽ മത്സ്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഏരിയയാണ് കുമ്പളങ്ങി. ചെറിയ മീൻ തൊട്ട് വലിയ കരിമീൻ വരെ മിക്കവർക്കും ചൂണ്ടയിൽ കുരുങ്ങുന്നുണ്ട്. പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, എറണാകുളം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന നല്ല മനോഹരമായ ഒരിടം. അതാണ് നമ്മുടെ ഈ കുമ്പളങ്ങിയുടെ പ്രത്യേകത. ഒത്തിരി സിനിമകൾക്കൊക്കെ ലൊക്കേഷനായിട്ടുണ്ട്. കുടുംബവും ഒന്നിച്ച് എല്ലാവരും ഇവിടെ ചൂണ്ടയിടൽ ആസ്വദിക്കുകയാണ്. ഇവർ അച്ഛനും മകനുമാണ്. നേരത്തെ കണ്ടതൊരു ഫാമിലിയാണ്. അവരെല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ഞായറാഴ്ച ഒരു സ്ഥലത്ത് കൂടിയിട്ട് അവിടെ നിന്ന് ഊണും കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി അവരിങ്ങനെ ചൂണ്ടയിടാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ്. ഈ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ അങ്ങോട്ട് നിറയെ ചൂണ്ടയിടുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. എല്ലാവർക്കും അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ അച്ഛനും മകനും നല്ലൊരു വലിപ്പമുള്ള കരിമീനെ പിടിച്ചിരിക്കുകയാണ്. ഉണ്ടോ, അവർക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു ഞങ്ങൾക്കത് കാണിച്ചു തന്നു. കണ്ടോ, നല്ല പെട്ടക്കണ കരിമീൻ, നല്ല വലിപ്പമുള്ള. കെട്ടിലെ കൃഷിയൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന മത്സ്യങ്ങളാണ്. അവിടെ കൃഷിയുള്ളപ്പം മീൻ പിടിക്കാൻ സമ്മതിക്കില്ല. കെട്ടിൽ കൃഷി ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം മത്സ്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞതുകൊണ്ട് ഉള്ള ബാക്കിയുള്ള മത്സ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആളുകൾ പിടിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം കരിമീൻ്റെ കുഞ്ഞുങ്ങൾ, അതിൻ്റെ വള്ളത്തി കരിമീൻ കണ്ടോ. അവർക്ക് മൊത്തത്തിൽ ലഭിച്ച മീനുകളാണ് ആ കവറിൽ കയറി കിടക്കുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ല വൈബുള്ള രീതിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.